ട്രംപിൻ്റെ ഉക്രൈൻ പോളിസി ശരിക്കും പാളുകയാണ്. കാരണം നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ്, സൗദി അറേബ്യയിൽ പോയിട്ട് റഷ്യൻ ഡെലിഗേറ്റ്സുമായിട്ട് അമേരിക്കൻ എക്സ്റ്റേണൽ അഫേഴ്സ് സെക്രട്ടറി മാർക്ക് റോബിയോ അദ്ദേഹം ചർച്ച നടത്തുന്നു, കാര്യങ്ങൾ സംസാരിക്കുന്നു. പിന്നീട് നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് ഉണ്ടായത്. ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഏറ്റവും കൂടുതൽ എതിർത്തിരിക്കുന്നത് അമേരിക്കയിലുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സീനിയർ ലീഡേഴ്സാണ്. അവർ സീനിയർ കോൺഗ്രസ് മെമ്പേഴ്സാണ്, സെനറ്റ് മെമ്പേഴ്സാണ്. അവർ ഒന്നടങ്കം പറഞ്ഞു ട്രംപിൻ്റെ ഈ പോളിസിയാണ്, അതായത് ഉക്രൈനെ എതിർക്കുന്നു, വ്ളാദിമിർ സെലൻസ്കിയെ അദ്ദേഹം ഡിക്റ്റേറ്ററായിട്ട് കണക്കാക്കുന്നു, വാറിന് കാരണം ഉക്രൈനാണെന്ന് പറയുന്നു. കാരണം ഇതൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. എന്താണ് റഷ്യയുടെ ഇൻവേഷൻ നടന്നതും എവിടെയാണ് ഉക്രൈനെ അമേരിക്ക സഹായിച്ചതും മറ്റുള്ള വസ്തുതകളൊക്കെ വളരെ ക്ലിയറാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഇതിനകത്ത് ട്രംപ് എന്തിനു വേണ്ടിയാണ് ഉക്രൈനെ ഇത്രയും ശക്തമായ ഭാഷയിൽ പറയുന്നത്? രണ്ടാമത് ഉക്രൈനെ അറ്റാക്ക് ചെയ്യുമെന്ന് വരെ പറയുന്നു. ഇതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ ഏറ്റവും ഡെമോക്രാറ്റ്സിൻ്റെ സംഭവമല്ലേ പറയുന്നത്. ട്രംപിനെ അനുകൂലിക്കുന്ന ഇപ്പോൾ എലക്ട് ചെയ്ത് വന്ന കോൺഗ്രസ് അംഗങ്ങളും സെനറ്റ് മെമ്പേഴ്സും സീനിയറായിട്ടുള്ള ട്രംപിൻ്റെ അനുകൂലികൾ ഒന്നടങ്കം ട്രംപിനെ എതിർക്കുകയാണ്. അതായത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ എന്താണ് ഉക്രൈൻ റഷ്യ വാറിൽ ഉദ്ദേശിക്കുന്നത്, അത് തീർത്തും ട്രംപിന് തന്നെ പണി കിട്ടാൻ പോവുകയാണ്. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് റഷ്യ ഉക്രൈനിലോട്ട് ഇൻവേഷൻ നടത്തുന്ന കീവിൻ്റെ അവിടം വരെ പോയി. ഈ സന്ദർഭത്തിലാണ് അമേരിക്ക സഹായിക്കുന്നു, യൂറോപ്യൻ രാജ്യങ്ങൾ സഹായിക്കുന്നു, മറ്റുള്ള രാജ്യങ്ങൾ വെപ്പൺസ് സഹായിക്കുന്നു, ഉക്രൈൻ തിരിച്ചടിക്കുന്നു. എന്തായിരുന്നു റഷ്യ പറഞ്ഞ ഡിമാൻഡ്? റഷ്യയുടെയാണ് ഉക്രൈൻ. അതിനേക്കാളുപരി അവർ പറഞ്ഞു ഉക്രൈൻ നാറ്റോയിൽ അംഗമാകാൻ പോകുന്നു, അതിൻ്റെ പേരിലാണ് ഞങ്ങൾ അറ്റാക്ക് ചെയ്യുന്നത്. ഇതൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സംഭവം എന്ന് പറയുന്നത് ട്രംപ് അഡ്മിനിസ്ട്രേഷന് ഏറ്റവും ഭീഷണിയാകുന്ന രീതിയിലാണ് ഓരോ മൂവ്മെൻറ്റും, ഉക്രൈൻ റഷ്യ മൂവ്മെൻറ്റ്, അതിൻ്റെ ഓരോ ദിവസവും അതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. സെലൻസ്കിയെ ഡിക്റ്റേറ്റർ എന്ന രീതിയിൽ എലക്ഷൻ നടത്തുന്നില്ല എന്ന് പറഞ്ഞു. എന്താണ് യാഥാർത്ഥ്യം? അതായത് ഉക്രൈൻ എന്ന് പറഞ്ഞ രാജ്യം റഷ്യയുമായിട്ട് വാറിലാണ്. ഏകദേശം 15 ലക്ഷത്തിൽ പരം ഉക്രൈൻ കമ്മ്യൂണിറ്റി, അതായത് ഉക്രൈൻ സിറ്റിസൺ പല രാജ്യങ്ങളിലായിട്ട് റെഫ്യൂജി ആയിട്ട് പോയേക്കുകയാണ്. ഇതിൻ്റെ പേരിലാണ് ഉക്രൈനിൽ എലക്ഷൻ നടത്താത്തത്. അത് വളരെ കൃത്യമായിട്ട് പല ആവർത്തി പറഞ്ഞ എലക്ഷന് തയ്യാറാണ്, പക്ഷെ അവിടെ വോട്ട് ചെയ്യാൻ ആളുകളില്ല. ഇത് കാരണം അവർ തിരിച്ചു വന്ന ശേഷം എലക്ഷൻ നടത്താമെന്ന് സെലൻസ്കി ആ ക്യാബിനറ്റും പറഞ്ഞു. അവിടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ പോലും അവിടെ എലക്ഷൻ നടത്തണമെന്ന് പറയുന്നില്ല. ഈ സന്ദർഭത്തിലാണ് വളരെ മോശമായ രീതിയിൽ ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇസ്രായേൽ പോലും ട്രംപിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റിനോട് അനുകൂലിക്കുന്നില്ല. കാരണം സെലൻസ്കി എന്ന് പറയുന്നത് ബേസിക്കലി ജൂയിഷ് കമ്മ്യൂണിറ്റി ഉള്ള ആളാണ്. അതിനേക്കാളുപരി അവിടെ ഏറ്റവും മോശമായിട്ട് ഒരു ഡിക്റ്റേറ്റർ എന്ന നിലയിൽ തന്നെയാണ് വ്ളാദിമിർ പുടിൻ പെരുമാറിയത്. ബേസിക്കലി കമ്പയർ ചെയ്ത് നോക്ക്, സെലൻസ്കി ഉക്രൈനിലാണോ ഡെമോക്രസി, റഷ്യയിലാണോ ഡെമോക്രസി? വളരെ കൃത്യമാണ്. ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് അവിടെ പ്രവർത്തിക്കാൻ പോലും അനുവദിക്കാത്ത രാജ്യമാണ് പുടിൻ്റെ റഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്ത് ഡെമോക്രസിയാണ് ഉള്ളത്? അപ്പോൾ അവിടെ ഡെമോക്രസി എന്ന സാധനമില്ല. പക്ഷെ ട്രംപ് പറയുന്നത് റഷ്യയിൽ ഡെമോക്രസി ഉണ്ട്, ഉക്രൈനിൽ ഡെമോക്രസി ഇല്ല. നേരെ വിപരീതമായ കാര്യങ്ങളാണ് പറയുന്നത്. അതേപോലെ തന്നെ ഈ സീസ് ഫയർ ടോക്സുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യയ്ക്ക് അനുകൂലമായ നിലപാടാണ് എടുത്തേക്കുന്നത് ട്രംപ്. കാരണം ഇത് ഒരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിനേക്കാളുപരി അമേരിക്കയിൽ വലിയ പ്രശ്നമായിട്ട്, അതായത് റിപ്പബ്ലിക്കൻ പാർട്ടിക്കകത്തും ട്രംപിനെ അനുകൂലിച്ചവർ ഇടയ്ക്കും തന്നെ വലിയ പ്രശ്നമായി. അതിനേക്കാൾ ഉപരിയായിട്ട് പ്രശ്നമുണ്ടായേക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്കയെ അനുകൂലിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്ക്. നിങ്ങൾക്കറിയാം, ഫ്രാൻസും ജർമ്മനിയെല്ലാം മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ, ഇറ്റലി ആണെങ്കിലും മറ്റുള്ള പല രാജ്യങ്ങൾ, ഹംഗറി ഉൾപ്പെടെ രാജ്യങ്ങൾ നേരെ തിരിഞ്ഞു. അതായത് ഇമാനുവൽ മാക്രോൺ ഒരു വെർച്വൽ മീറ്റ് നടത്തി ട്രംപിൻ്റെ ഈ പ്രസ്താവനയ്ക്ക് ശേഷം. അതായത് വലിയൊരു ശതമാനം ഈസ്റ്റേൺ യുക്രൈൻ ആണെങ്കിൽ, ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളാണെങ്കിൽ, വെസ്റ്റേൺ യൂറോപ്യൻ ഒന്നടങ്കം ഒരുമിച്ച് പറഞ്ഞ് ട്രംപിൻ്റെ ഈ പ്രസ്താവന അക്സെപ്റ്റബിൾ അല്ല, റഷ്യ ഒരു കാരണവശാലും ഞങ്ങൾക്ക് പിന്തുണയ്ക്കാൻ സാധിക്കില്ല, ഉക്രൈൻ എന്ന് പറഞ്ഞ രാജ്യത്ത് ജനാധിപത്യമുണ്ട്,
അവിടെ അതിക്രമിച്ച് കയറിയത് റഷ്യ തന്നെയാണ്. ഇത് മറ്റുള്ള ഈസ്റ്റേൺ ബാൾട്ടിക് ആയിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ സെക്യൂരിറ്റി ഇഷ്യൂ ആയിട്ടങ്ങ് മാറി. ഇവിടെ ട്രംപ് ഒറ്റപ്പെടുന്നു പൂർണ്ണമായിട്ടും. ഇനി മനസ്സിലാക്കുക, ട്രംപിൻ്റെ കൂടെയുള്ള വിദേശകാര്യ വകുപ്പ് സെക്രട്ടറി അദ്ദേഹം ഇതിൻ്റെ ഡാമേജ് കൺട്രോൾ രീതി മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി. അത് ട്രംപ് ഈ പറഞ്ഞതല്ല ഒറിജിനൽ സ്റ്റേറ്റ്മെൻറ്റ്, ഇത് വെറുതെ പറഞ്ഞതാണ്. ഇത് അദ്ദേഹത്തിൻ്റെ പക്ഷേ ഒറിജിനൽ സ്റ്റേറ്റ്മെൻറ്റ് വരാൻ പോവുകയാണ്. അതായത് ട്രംപിനും പിടികിട്ടിയ അബദ്ധം പറഞ്ഞു. അതായത് ഈ വാറുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് പറയാം, ഇതിനകത്ത് അമേരിക്ക ഉദ്ദേശിച്ചാലും ഈ വാർ നിൽക്കുന്ന രീതിയിലോട്ട് പോയിട്ടില്ല. കാരണം കാര്യങ്ങൾ അതിനേക്കാൾ സീരിയസ് ആയിട്ടാണ് പോകുന്നത്. ഇപ്പോഴത്തെ ട്രംപിൻ്റെ ഉക്രൈൻ റഷ്യ പോളിസി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ബ്ലണ്ടറാണ്. കാരണം ആ രീതിയിൽ ലോകത്തൊരു രാജ്യം അമേരിക്ക ട്രംപിനെ അനുകൂലിക്കുന്നില്ല. കാരണം അത് മറ്റുള്ള റഷ്യ പോലും ഞെട്ടിയിരിക്കുകയാണ്. അത്രമാത്രം സപ്പോർട്ടാണ് ട്രംപ് റഷ്യക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏത് രീതിയിലായിരിക്കും ഈ സംഭവം മുന്നോട്ട് പോകുന്നത്? അപ്പോൾ ട്രംപിൻ്റെ ഇത്രയും നാൾ ഈ വന്നു കയറി പല എക്സിക്യൂട്ടീവ് ഓർഡറും പല സ്റ്റേറ്റ്മെൻറ്റിനെ അപേക്ഷിച്ച് ഉക്രൈൻ വിഷയത്തിൽ ട്രംപ് കാണിച്ച ബ്ലണ്ടറാണ് വലിയൊരു ശതമാനം 90% അമേരിക്കൻസ് വിശ്വസിക്കുന്നു. കാരണം പുടിൻ എന്ന് പറയുന്ന ആളെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഡിക്റ്റേറ്ററാണ്, ജനാധിപത്യത്തിനെതിരാണ്. അയാൾ ആ രാജ്യം റഷ്യ എന്ന് പറഞ്ഞ രാജ്യം ഉക്രൈനിലോട്ട് ഇൻവേഷൻ ചെയ്ത് ഇത്രയും ആൾക്കാർ ഏകദേശം 50,000 പേരെ കാണാനില്ല. അവരെപ്പറ്റി യാതൊരു വിവരവുമില്ല. ആയിരക്കണക്കിന് പേരാണ് കൊല്ലപ്പെട്ടത്. എന്നിട്ടും ട്രംപ് പുടിനെ പറ്റി ഒന്നും പറയുന്നില്ല. ഇതിനെല്ലാം കുറ്റക്കാരനായിട്ട് കാണുന്ന വ്ളാദിമിർ സെലൻസ്കിയാണ്. ഇത് ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ബേസിക്കലി ഇത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ, അതായത് ട്രംപിൻ്റെ ഇമേജിനെ ബാധിച്ചിട്ടുണ്ട് ശരിക്കും. കാരണം ഇത് കാണുകയും കേൾക്കുകയും ചെയ്ത് പല ആൾക്കാർക്ക് അമേരിക്കൻ ഡിപ്ലോമസി ഇങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത്. ഈ രീതി കാരണം വൺ സൈഡ് മാത്രമല്ല, പൂർണ്ണമായിട്ടും റഷ്യ എന്ന് പറയുന്ന ക്രൂരമായ ദുഷ്ടനായ ആ ഡിക്റ്റേറ്ററെ പൂർണ്ണമായിട്ടും ട്രംപ് സപ്പോർട്ട് ചെയ്യുന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പോലും ആൾക്കാർക്ക് പിടികിട്ടുന്നില്ല. വാർ നിർത്തണം എല്ലാവർക്കും താല്പര്യമുണ്ട്. പക്ഷേ ഈ പറയുന്ന ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ട്രംപിൻ്റെ ഈ നിലപാടിനോട് ഒരാൾ പോലും അമേരിക്കയിൽ വലിയൊരു ശതമാനം യോജിക്കുന്നില്ല. ട്രംപ് ക്യാബിനറ്റിലുള്ള പല സീനിയർ അംഗങ്ങൾ പോലും ട്രംപിൻ്റെ ഈ നിലപാടിനോട് യോജിക്കാൻ പോകുന്നില്ല. അതായത് വൈറ്റ് ഹൗസിൻ്റെ നിലപാടിനോട് വൈറ്റ് ഹൗസിലുള്ള സീനിയർ ഒഫീഷ്യൽസും യോജിക്കുന്നില്ല. ഇപ്പം ഇവിടെ ട്രംപിന് അടിയാണ് കിട്ടിയിരിക്കുന്നത്. അതായത് എനിക്ക് തോന്നുന്നില്ല ഈ സൗദിയിൽ നടക്കുന്ന സീസ് ഫയർ എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാക്കും. അതേപോലെ പൂർണ്ണമായിട്ടും ഉക്രൈനും മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളും ഇത് പൂർണ്ണമായിട്ട് ഇത് ബോയ്ക്കോട്ട് ചെയ്യും. ഇവിടെ ഉണ്ടാകാൻ പോകുന്ന ട്രംപ് അമേരിക്കയിൽ മാത്രമല്ല ലോകത്ത് മുഴുവൻ ഈ ഉക്രൈൻ വിഷയത്തിൽ ഒറ്റപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അടിയന്തരമായിട്ട് ട്രംപ് എന്തെങ്കിലും ചെയ്യുമെന്നുള്ള വിശ്വാസത്തിലാണ് പല റിപ്പബ്ലിക്കൻ പാർട്ടി നേതാക്കളും ഇത് നോക്കിക്കാണുന്നത്. കാരണം തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായ രീതിയിൽ ഉക്രൈൻ ഭരണാധികാരിയെ കുറ്റപ്പെടുത്തുന്നു. പുടിൻ എന്ന് പറഞ്ഞ ഏറ്റവും യുദ്ധ വെറി പൂണ്ടവനെ പൂർണ്ണമായിട്ട് സഹായിക്കുന്ന രീതിയിൽ ട്രംപ് പോകുന്നത് ലോകത്തിൻ്റെ സമാധാനമല്ല, ലോകത്തിന് അസമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ട്രംപ് പറയുന്നു എന്ന് വരെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സീനിയർ നേതാക്കൾ പറഞ്ഞു വെക്കുമ്പോൾ ഒരു കാര്യം വ്യക്തം, ഉക്രൈൻ വിഷയത്തിൽ ട്രംപിന് പൂർണ്ണമായും പാളിച്ചയാണ് പറ്റിയത്.